ഷ്രിംപ് ടാങ്കിൻ്റെ ട്രിമ്മിങ് കഴിഞ്ഞിട്ട് ഇപ്പം ഫസ്റ്റ് വീക്കിൻ്റെ അപ്ഡേറ്റാണ്. ഇതായിരുന്നു നമ്മൾ ട്രിം ചെയ്ത പോയിൻ്റ്. ഈ സൈസ് വെച്ചായിരുന്നു നമ്മൾ ട്രിം ചെയ്തത്. ഇതാ ഞാൻ പറഞ്ഞത് യെല്ലോ കളറിൽ ഇരിക്കും. ലീഫിൻ്റെ ടിപ്പുകൾ നമ്മൾ കട്ട് ചെയ്തെല്ലാം യെല്ലോ കളറിൽ തന്നെ ഇരിക്കുക. ഇതിൽ നന്നായിട്ട് കാണാം, ഇതൊക്കെ യെല്ലോ കളറാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹെയർ ഗ്യാസ് ട്രിം ചെയ്യുമ്പം എപ്പോഴും ഗ്രൗണ്ട് ലെവൽ മാക്സിമം സബ്സ്ട്രേറ്റിൻ്റെ ഏറ്റവും അടുപ്പിച്ച് വെച്ച് തന്നെ ട്രിം ചെയ്യണം. അല്ലെങ്കിൽ ഇത് ഫുള്ള് ഇത് കണക്ക് ഇങ്ങനെ ഒരു മഞ്ഞ കളർ ചെയ്യുന്ന എസ്കേപ്പ് അതെല്ലാം മെൽറ്റായി പോവുകയും ചെയ്യും. അപ്പോൾ അത് ടാങ്കിന് എസ്കേപ്പ് ഫുള്ള് ഒരുമാതിരി ഇരിക്കും കുറച്ച്. അത് പിന്നെ ബാക്കി പുതിയ ഗ്രാസ് കിളിച്ച് വരുന്ന വരെ. ഇപ്പം നല്ല ഗ്രോത്ത് ഉണ്ട്. കുറേ ഹെയർ ഗ്രാസ് ഓൾമോസ്റ്റ് അതെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. 1 വീക്ക് ആയപ്പോഴത്തേക്ക് തന്നെ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. യെല്ലോ പാർട്ടെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് വ്യൂ നോക്കുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഇതെനിക്ക് കവർ ചെയ്തിരിക്കുന്നത്. നമ്മൾ ടോപ്പിൽ നോക്കിയാൽ യെല്ലോ പാർട്ട് ഇപ്പോഴും കാണാം. ഇപ്പോൾ സബ്സ്ട്രേറ്റ് കാണാം. നേരത്തെ ആണെങ്കിൽ സബ്സ്ട്രേറ്റ് കാണാൻ പറ്റത്തില്ലായിരുന്നു നമുക്ക്. ഫുള്ള് കാർപ്പറ്റ് ചെയ്ത് തന്നെയായിരുന്നു. ഇനിയിപ്പോൾ ഒരാഴ്ച കൊണ്ട് കഴിയുമ്പോഴത്തേക്ക് ടോപ്പിൽ നോക്കിയപ്പോഴത്തേക്കും ഫുള്ള് കവറാവും. ലിമണോഫീലിയും നന്നായിട്ട് കളിച്ച് വരുന്നുണ്ട്. പുതിയ 3 ഷൂട്ട് വരുന്നുണ്ട്. ലിമണോഫീലിയ 1, 2, 3, 4 ഷൂട്ട് പുതുതായിട്ട് വരുന്നുണ്ട്. ഇതായിരുന്നു കട്ട് ചെയ്ത പോയിൻ്റ്. കട്ട് ചെയ്ത് അവിടെ നിന്നും പുതിയത് വരുന്നുണ്ട്. ഇത് ചെറുതായിട്ട് വരുന്നുണ്ട്. ഇത് ആ ഗ്രൗണ്ട് ലെവലിൽ വെച്ച് കട്ട് ചെയ്ത് വേറെണ്ണത്തിന് വരുന്നത്. ഇതൊക്കെയായിരുന്നു നമ്മൾ കട്ട് ചെയ്തത്. താഴെ നിന്ന് വരുന്ന ഷൂട്ടുകൾ ഇതെല്ലാം. ലിമണോഫീലിയക്ക് ഒരു ലീഫിൻ്റെ അടിയിൽ ഒരു പർപ്പിൾ കളർ കിട്ടും. നല്ല ലൈറ്റിങ് കൊടുത്താൽ ഇതിനകത്ത് ഇപ്പോൾ കാണാൻ നല്ല പർപ്പിൾ കളർ വരും. ലീഫിന് നല്ല ലൈറ്റിങ് കൊടുത്തത്. ഇപ്പോൾ മീഡിയം ലൈറ്റ് ഇച്ചിരി കൂടി നല്ല ലൈറ്റ് കൊടുത്താൽ പർപ്പിൾ കളർ ഇച്ചിരി കൂടി നന്നായിട്ട് കാണാൻ പറ്റും. ടാങ്കിന് ഈ ലൈറ്റ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 23 വാട്ടിൻ്റെ LED ബൾബ് ഞാൻ കൊടുത്തേക്കുന്നത്. ഇച്ചിരി കൂടി നല്ല ഇതിന് ലീഫ് ഇതിൻ്റെ ഷൂട്ടെല്ലാം ഇങ്ങോട്ടാണ് പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. ലൈറ്റിലോട്ടല്ല പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാം ഇങ്ങോട്ടാണ് പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ആ സൈഡിലാണ് വിൻഡോ ഉള്ളത്. അവിടെ നിന്ന് ഇൻഡയറക്റ്റ് സൺലൈറ്റ് കുറച്ച് നേരം അടിക്കും. അതുകൊണ്ട് ഈ പ്ലാന്റിൻ്റെ ലീഫെല്ലാം അങ്ങോട്ട് ഷൂട്ടെല്ലാം അങ്ങോട്ട് ഇരിക്കുന്നു. ആ സൺലൈറ്റാണ് ഈ ഇതിൻ്റെ മെയിൻ സോഴ്സ് സത്യം പറഞ്ഞാൽ ഈ ടാങ്കിൻ്റെ. ഷ്രിമ്പ് എല്ലാം ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഒരു റെഡ് റാലി ഈ ഷ്രിമ്പ് കിടന്ന് ഇങ്ങനെ ക്രോസ് ബ്രീഡായിട്ട് ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട്. ഒരു ചെറിയൊരു യെല്ലോ കളറും ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒരു ചെറിയ ഷ്രിമ്പിനെ മാത്രമായിരുന്നു ഞാൻ ഇട്ടിരുന്നത്. ഇങ്ങനെ ക്രോസ് ആയിട്ട് ഒരു റെഡ് റാലിയും ഒരു യെല്ലോവും ആയിട്ടുണ്ട്. ഹാർഡ്സ്കേപ്പിൻ്റെ മുകളിൽ നിറച്ച് ഗ്രീൻ സ്പോട്ട് ആൽഗിയും ഉണ്ട്. ഈ വൈറ്റ് കളർ ഡോട്ട് എന്ന് പറഞ്ഞാൽ കാൽഷ്യം ഡെപ്പോസിറ്റാണ്. ഞാൻ ഈ ഷ്രിമ്പിന് കാൽഷ്യം സപ്ലിമെൻറ്റ് കൊടുക്കും. അപ്പം അങ്ങനെ വരുന്ന വൈറ്റ് സ്പോട്ട്, ഇത് കാൽഷ്യം അടിഞ്ഞിട്ട് വരുന്ന വൈറ്റ് സ്പോട്ടുള്ള ഇതെല്ലാം. ഗ്രീൻ സ്പോട്ട് ആയാലും നമ്മൾ ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്താൽ പോവും. പക്ഷേ ഞാൻ ക്ലീൻ ചെയ്തിട്ടേക്കുന്നത് കുറച്ചും കൂടി റോക്കിന് കുറച്ചും കൂടി നാച്ചുറൽ ലുക്കും കിട്ടും. പിന്നെ ഷ്രിമ്പുകൾ വന്ന് അതിരുന്ന് ഗ്രേസ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഇത്രയാണ് അപ്പം 1 വീക്ക് അപ്ഡേറ്റ്. ഹെയർ ഗ്യാസ് എല്ലാം നന്നായിട്ട് തന്നെ കളിച്ച് വരുന്നുണ്ട്. ഇനി ഒരു 1 വീക്കും കൂടി ആകുമ്പോഴത്തേക്ക് നല്ല കംപ്ലീറ്റ് ആയിട്ടും കാർപ്പറ്റ് ആയിക്കോളും.